ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അലീനയുടെയും മനുവിൻ്റെയും നാളത്തെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. അതിനുമുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് എല്ലാ ദിവസവും നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പം നാളത്തെ അലീനയുടെയും മനുവിൻ്റെയും കഥയിലേക്ക് വരുമ്പോൾ നാളെ നമ്മുടെ രേവതിക്കുട്ടിയുടെ സംഭവവികാസങ്ങൾ തന്നെയായിരിക്കും വീണ്ടും ആവർത്തിക്കുന്നത്. അതിനോടൊപ്പം നമ്മുടെ ഗംഗാധരനും ശിവനും രാജീവുമൊക്കെ ഹരിയോട് ചില ഉപദേശങ്ങൾ കൊടുക്കുന്നതൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ട്. അങ്ങനെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ചിന്നുമോളുടെ കാര്യത്തിൽ ചെറിയ തീരുമാനങ്ങളും അല്ലെങ്കിൽ ചിന്നുമോളുടെയും അതുപോലെ രേവതിക്കുട്ടിയുടെ കാര്യത്തിൽ ചില കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ഭാഗങ്ങളൊക്കെ വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം അനാഥരായി വളർന്നവർക്ക് ഒരുപാട് അവകാശികൾ തേടിയെത്തുന്നു എന്നുള്ളതാണ്. അങ്ങനെ അലീനയ്ക്ക് തൻ്റെ അമ്മയെ കിട്ടി. അതുപോലെ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ തൻ്റെ അച്ഛനും അലീനയെ തേടി വരുന്ന ചില ഭാഗങ്ങളൊക്കെ കാണാം. അതിനോടൊപ്പം നാളത്തെ ഭാഗത്തിൽ കാണുന്നത് അലീനയെ നമ്മുടെ രേവതിക്കുട്ടിയെ അന്വേഷിച്ച് ഒരു പ്രായമുള്ള ഒരു മനുഷ്യനെത്തുന്നതൊക്കെയാണല്ലോ. അങ്ങനെ ഒഴിവാക്കി രേവതിക്കുട്ടി തങ്ങൾക്ക് നഷ്ടമാകുമോ എന്ന് പേടിച്ച് നമ്മുടെ മാമച്ചനും ഗ്രേസ്മാവിയും അവരെയൊക്കെ ഒഴിവാക്കി. എങ്കിലും രേവതിക്കുട്ടിയുടെ മനസ്സറിയാൻ വേണ്ടി ചില കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നുണ്ട്. ആദ്യം വിഷമിപ്പിച്ചെങ്കിലും രേവതിക്കുട്ടി മാമച്ചനെയും ഗ്രേസ്മയെ വിഷമിപ്പിച്ചെങ്കിലും രേവതിക്കുട്ടിയുടെ അതിനുശേഷമുള്ള മറുപടി കേട്ട് ഹൃദയം തകർന്ന്, സന്തോഷം കൊണ്ട് ഹൃദയം തകർന്ന് കണ്ണുനീര് ഒഴുകുന്ന ഒരു ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാം. കാരണം ആരൊക്കെ എന്നെ കൊണ്ടുപോകാൻ വന്നാലും പൊന്നുകൊണ്ട് എന്നെ അണിയിച്ചാലും അല്ലെങ്കിൽ രാജകുമാരിയാക്കാമെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ആൻറ്റിയെയും മാമച്ചാനെയും വിട്ടു പോകുമോ എന്ന് ചോദിച്ച് എനിക്കിതാണ് എൻ്റെ ലോകമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടി ആശ്വസിപ്പിക്കുന്ന ഒരു ഭാഗമൊക്കെ നമ്മൾ ഇന്ന് കണ്ണു നിറഞ്ഞ പ്രേക്ഷകരായ നമ്മളെല്ലാം കണ്ടതാണ്. അങ്ങനെ അതിനുശേഷം കാണുന്നത് ഈ രേവതിക്കുട്ടിക്ക് ചിന്നുമോളെ ഒന്ന് ഫോൺ ചെയ്യണമെന്ന്, ചിന്നുമോളുടെ ശബ്ദം കേൾക്കണമെന്നൊരാഗ്രഹമുണ്ടായി. അങ്ങനെ ചിന്നുമോൾ നിൽക്കുന്ന ഓർഫണേജിലേക്ക് വിളിക്കുകയും ഞാൻ ചിന്നുമോളുമായിട്ട് സ്നേഹത്തിൻ്റെ ഒരു വലിയൊരു സംസാരം നമ്മൾ കാണാം. അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ പറയുകയും ആശ്വസിപ്പിക്കുകയും ചിന്നുമോളുടെ കളി ചിരികൾ തമാശകളൊക്കെ കേട്ട് കണ്ണു നിറയുന്ന രേവതിക്കുട്ടി ഇതിനിടയിൽ അവിടുത്തെ സിസ്റ്റർ രേവതിക്കുട്ടിയുടെ സത്യം പറയും കേട്ടോ. രേവതിക്കുട്ടി മോളെ, നിന്നെ അന്വേഷിച്ച് ഒരു പ്രായമുള്ളൊരു മനുഷ്യനെ ഇവിടെ എത്തിയിരുന്നു. നിന്നെ ആരോ അല്ലെങ്കിൽ അലീന മോൾക്ക് കിട്ടിയതുപോലെ നിനക്കും ഒരു സൗഭാഗ്യം കിട്ടാൻ പോവുകയാണ്, നിനക്കും വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് എന്നൊരു സൂചനയുമായിട്ടാണ് അവരെത്തിയത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രേവതിക്കുട്ടി ഞെട്ടുകയാട്ടോ. അപ്പം മാമച്ചനും ഗ്രേസ് മാമയും പകൽ ചോദിച്ചതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് അയവിറക്കുന്ന രേവതിക്കുട്ടിയെ കാണാം. അതിനെക്കുറിച്ച് ചിന്തിക്കുന്നൊരു ഭാഗങ്ങൾ കാണാം. അതിനുശേഷം ഫോൺ കട്ട് ചെയ്തതിന് ശേഷം രേവതിക്കുട്ടി ചെന്ന് മാമച്ചനോടും ഗ്രേസ് മാമയോടും ചോദിക്കുകയാണ്, എന്നെ അന്വേഷിച്ച് ആൻറ്റി ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? എനിക്ക് എൻ്റെ അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ നിലവിൽ നിങ്ങളാണ്. പക്ഷെങ്കിൽ അതിനുമേൽ എനിക്ക് ജന്മം തന്ന ആരോ എന്നെ അന്വേഷിച്ച് ഇവിടെ എത്തിയിരുന്നല്ലോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് രേവതിക്കുട്ടിയല്ല ഗ്രേസമ്മയും അതുപോലെ മാമച്ചനും ഞെട്ടിപ്പോവുക. അപ്പോൾ പെട്ടെന്ന് ചോദിക്കും, നിന്നോട് ആരടി മോളെ ഇത് പറഞ്ഞത് എന്ന് ചോദിക്കും. പറയും, എന്നെ ഒരു സിസ്റ്റർ വിളിച്ച് കാര്യം പറഞ്ഞതാണ് എന്ന് പറയും. ഒടുവിൽ ആ സത്യം തുറന്നു പറയേണ്ടി വരിക കേട്ടോ. എന്തായാലും രേവതിക്കുട്ടിയുടെ മനസ്സിൽ വലിയൊരു ചഞ്ചലപ്പ് അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ചില ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിലുണ്ടെങ്കിലും മാമച്ചനും ഗ്രേസും മാമയും വിഷമിപ്പിക്കാൻ കഴിയാതെ അവരാണ് തൻ്റെ എല്ലാമെന്ന് മനസ്സിൽ ഉറച്ച നിശ്ചയത്തോടു കൂടി നമ്മുടെ രേവതിക്കുട്ടി പോകുന്നു. അതിനുശേഷം കാണുന്ന നമ്മുടെ ഗംഗാധരൻ നമ്മുടെ ഹരിനെ ചില ഉപദേശങ്ങളൊക്കെ കൊടുക്കുകയാണ്. ഈ കാര്യങ്ങൾ ഈ ഇന്നലെ നടന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ ഹരി 3 പേരും ചോദിക്കുക, തൻ്റെ അച്ഛനോടും ഇളയച്ചനോടും അതുപോലെ ഗംഗാധരനോടൊക്കെ ചോദിക്കുക. സംഭവങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഹരിയെ സമാധാനത്തിൽ ആശ്വസിപ്പിക്കുകയും അതുപോലെ ഇനി നമുക്ക് കടപ്പാട്ടുകാരുമായിട്ട് യാതൊരു ശത്രുതയുമില്ല, അലീനയുമായിട്ട് യാതൊരു ശത്രുതയുമില്ല, അതുകൊണ്ട് നീ ഇനി അവരെ ഉപദ്രവിക്കാനോ അവരെ ഒരു ശത്രുവായിട്ട് കാണാനോ പോകരുത് എന്ന് പറഞ്ഞ് ഉപദേശിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഹരിക്ക് എന്തോ സംശയങ്ങളൊക്കെ ഉണ്ടാവുകയുണ്ട്. ഇതെന്താണ് ഇത്രയും നേരം അലീനയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം, തൻ്റെ സഹോദരിയുടെ ജീവിതം തകരാതെ നോക്കണമെന്ന് പറഞ്ഞ് അലീനയെ അപായപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവർ തന്നെ ഇപ്പോൾ തിരിച്ചു പറഞ്ഞപ്പോൾ ഹരിക്ക് എന്തോ ദേഷ്യമുണ്ടാകുകയും അതുപോലെ സംശയങ്ങളൊക്കെ ഉണ്ടാകുക. ഈ സമയത്ത് ഗംഗാധരൻ്റെ അടിയുറച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ആജ്ഞ തന്നെയാണ്, വലിയച്ഛനാണല്ലോ പറയണം, ഇനി നീയായിട്ട് അവരെ ഉപദ്രവിക്കാനോ അവരെ വേറൊരു കണ്ണിൽ കാണാനോ അലീനയുമായിട്ട് യാതൊരു വഴക്കിനോ നീ പോകാൻ പാടില്ല എന്നൊരു സ്ട്രിക്റ്റ് ഓർഡർ കൊടുക്കുന്ന ഒരു ഭാഗം കാണാം. ഇത് കേട്ട് കലിപ്പോടുകൂടി ഒരുപാട് വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഹരി അല്പം വഴിതെറ്റിപ്പോകുന്ന ഒരു അനുഭവത്തിലൊക്കെയാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്. എന്തായാലും ഹരി അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കാതെ അവരെ തൻ്റെ അച്ഛനെയും ഇളയച്ചനെയും വല്യച്ഛനെയും ഒക്കെ അവഹേളിച്ചുകൊണ്ട് തനിക്ക് തൻ്റെ കാര്യം നോക്കാൻ അറിയാവുന്ന അലീന അവളെ
ഞാനൊരു പാഠം പഠിപ്പിക്കുമെന്നും എനിക്ക് എന്നോട് പെരുമാറിയതിനൊക്കെ ഒരു പ്രതികാരം കൊടുക്കുമെന്നും പറഞ്ഞ് ഹരി അവരുടെ മുൻപിൽ നിന്ന് ധിക്കാരം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അനുസരണക്കേട് കാട്ടിക്കൊണ്ട് ഒരു വെല്ലുവിളിയോടുകൂടി ഇറങ്ങിപ്പോകുന്ന ഭാഗങ്ങളൊക്കെ നാളത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ എന്തായാലും ഇനി അലീനയുടെ ജീവിതത്തിൽ ഒരു വലിയ ശത്രു എന്ന് പറയാൻ പറ്റിയില്ല, എന്നാലും ചതിയിലൂടെ ഒരു കൗമാരക്കാരൻ്റെ ചില ഇടപെടലൊക്കെ നമുക്ക് വരും ദിവസത്തെ എപ്പിസോഡിൽ കാണാം. അങ്ങനെ ഹരി തൻ്റെ അച്ഛനും ഇളയച്ചനും വലിയച്ഛനുമൊക്കെ പറഞ്ഞിട്ടും അനുസരിക്കാതെ അലീനയെ എങ്ങനെയെങ്കിലും നാണം കെടുത്തുക, ഇറക്കി വിടുക എന്നൊരു പുതിയ ഉദ്ദേശവുമായിട്ട് പോകുന്ന ഭാഗങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. വീണ്ടും അടുത്ത ദിവസത്തെ പ്രൊമോ വിശേഷമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.